ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു. തങ്ങളുടെ നിലനിൽപ്പിന് ഇറാൻ ഭീഷണിയാണ് എന്നാണ് ഇസ്രായേലിൻ്റെ ന്യായീകരണം. വെനസ്വേലയെപ്പോലെ ചൈനയ്ക്കും റഷ്യയ്ക്കും ഇറാൻ എണ്ണ നൽകുന്നതാണ് അമേരിക്കയെ പ്രകോപിപ്പിക്കുന്നത്. തങ്ങളെ അനുസരിക്കാത്ത ഇറാനിലെ ഭരണാധികാരിയെ മാറ്റുകയും പകരം തങ്ങളുടെ ആജ്ഞാനുവർത്തിയായ ഒരാളെ ഭരണാധികാരി ആക്കുകയും ചെയ്യുക എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. ഗൾഫ് മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ആക്രമിച്ചുകൊണ്ടാണ് ഇറാൻ പ്രതികരിച്ചത്. നേരത്തെ പ്രവചിച്ചിരുന്നത് പോലെ ഇറാനെതിരെയാണ് ആക്രമണം എങ്കിലും ഗൾഫ് മേഖലയെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു ദുരന്തമായി ഈ യുദ്ധം മാറി. ഈ മേഖലയിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും നിർത്തിവെച്ചു. അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കുക എന്ന രീതി അമേരിക്ക അവഗണിക്കുന്നു. വിദേശ രാജ്യങ്ങളുടെ പരമാധികാരം മാനിക്കപ്പെടുന്നില്ല. ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കേജ്രിവാളും ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയും അടക്കം അഴിമതി കേസിൽ ജയിലിലായിരുന്ന എല്ലാ പ്രതികളെയും കോടതി വിട്ടയച്ചു. കേജ്രിവാളിന് 150 ദിവസവും സിസോദിയയ്ക്ക് 500-ലധികം ദിവസവും ജയിലിൽ കിടക്കേണ്ടി വന്നു. മദ്യവിൽപ്പന സ്വകാര്യ ഏജൻസിക്ക് കൈമാറിയതിൽ അഴിമതി ആരോപിച്ചായിരുന്നു ഇവരെ ജയിലിലടച്ചത്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച അന്വേഷണ ഏജൻസിയായി കണക്കാക്കപ്പെടുന്ന CBI ആണ് കേസ് അന്വേഷിച്ചത്. പ്രതികൾക്കെതിരെയുള്ള കേസിൻ്റെ വിചാരണയ്ക്ക് മുമ്പ് കേസ് തള്ളി. സ്വകാര്യ ഏജൻസിയിൽ നിന്നും 100 കോടി രൂപ കൈക്കൂലിയായി വാങ്ങി എന്നായിരുന്നു ആരോപണം. പ്രതികളെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു തെളിവും ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. ഈ വീഴ്ചയുടെ പേരിൽ പോലീസിനെ കോടതി രൂക്ഷമായി വിമർശിച്ചു. ഒരു കാരണവും കൂടാതെ രാഷ്ട്രീയ പ്രതിയോഗികളെ ജയിലിലടയ്ക്കാൻ ഭരണകൂടവുമായി സഹകരിക്കുന്ന അന്വേഷണ ഏജൻസികളെ മാതൃകാപരമായി ശിക്ഷിക്കണം. ഗൾഫ് മേഖലയിലുള്ള അമേരിക്കയുടെ ഒട്ടുമിക്ക സൈനിക താവളങ്ങളെയും ഇറാൻ ആക്രമിച്ചു. ഇതേ തുടർന്ന് ഇസ്രായേൽ ഇറാൻ യുദ്ധം ഗൾഫ് മേഖലയിലെ ഒരു ദുരന്തമായി മാറി. തങ്ങളുടെ നാട്ടിലെ സൈനിക താവളങ്ങളിൽ നിന്നും ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയെ അനുവദിക്കില്ല എന്ന് സൗദിയെപ്പോലെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നിട്ടും ഇറാൻ നടത്തിയ ആക്രമണം ഗൾഫ് മേഖലയിലെ രാഷ്ട്രങ്ങളെ പ്രതിസന്ധിയിലാക്കി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിക്കുന്നത് ഇറാനാണ്. യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശത്രുക്കളുടെ എണ്ണക്കപ്പലുകൾ ഇതുവഴി കടന്നു പോകാൻ ഇറാൻ അനുവദിക്കില്ല. ഇത് ലോകത്തുടനീളം എണ്ണ വ്യാപാരത്തെ പ്രതിസന്ധിയിലാക്കും. എണ്ണവില ഉയരുന്നതോടെ ലോകത്ത് വിലക്കയറ്റവും സാമ്പത്തിക പ്രതിസന്ധിയും ഉണ്ടാകും. എന്നാൽ യുദ്ധത്തിൻ്റെ മുഖ്യ സൂത്രധാരകനായ ട്രംപിൻ്റെ അമേരിക്ക യുദ്ധഭൂമിയിൽ നിന്നും വളരെ അകലെയാണ്. അതുകൊണ്ട് തന്നെ യുദ്ധവും അതിൻ്റെ കെടുതികളും അവരെ ബാധിക്കില്ല. യുദ്ധം ആരംഭിച്ച ദിവസം തന്നെ ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള ഖമനായി മാത്രമല്ല
അദ്ദേഹത്തിൻ്റെ മകനും മരുമകളും ചെറുമകളും അടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടു. ഖമനായിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാനിലെ അമേരിക്കൻ എംബസിക്കു നേരെ ആക്രമണമുണ്ടായി. ഇന്ത്യയിൽ കാശ്മീരിലും ബാംഗ്ലൂരിലും പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായി. റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഈ കൊലപാതകങ്ങളെ നിശ്ചിതമായി വിമർശിച്ചു. യുദ്ധം ഉപേക്ഷിക്കാനും നയതന്ത്രം തുടങ്ങാനും മാർപ്പാപ്പ ആഹ്വാനം നൽകി. കീഴടങ്ങിയില്ലെങ്കിൽ ആക്രമണം രൂക്ഷമാകും എന്ന മുന്നറിയിപ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് നൽകുന്നത്. പ്രതികാരം തങ്ങളുടെ നിയമപരമായ അവകാശമാണ് എന്നാണ് ഇറാൻ പ്രതികരിച്ചത്. ഈ വിഷയം ചർച്ച ചെയ്യാനായി സുരക്ഷാ സമിതി അടിയന്തരമായി വിളിച്ചു ചേർക്കണമെന്ന് പല രാജ്യങ്ങളും ആവശ്യപ്പെട്ടു. അമേരിക്കയുടെ സഹായത്തോടെയാണ് ഈ ആക്രമണം തുടങ്ങിയത്. തന്മൂലം സെക്യൂരിറ്റി കൗൺസിലിൻ്റെ തീരുമാനം എന്തായാലും അത് വീറ്റോ ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിയും. ഇസ്രായേൽ ഇറാൻ യുദ്ധം 2-3 ദിവസങ്ങൾ പിന്നിട്ടതോടെ പ്രസിഡന്റ് ട്രംപിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റി എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ. ദിവസങ്ങൾക്കുള്ളിൽ അവസാനിക്കുമെന്ന് കരുതിയിരുന്ന യുദ്ധം 4 ആഴ്ചയെങ്കിലും തുടരും എന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. വെനസ്വേലയിൽ ഇറങ്ങി അമേരിക്കൻ സൈനികർ പ്രസിഡന്റിനെ ബന്ദിയാക്കിയതുപോലെയുള്ള ഒരു നടപടിക്ക് ഇറാനിൽ അമേരിക്ക ഒരുങ്ങില്ല എന്നാണ് വിദഗ്ധന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. മതത്തിനും രാജ്യത്തിനും വേണ്ടിയുള്ള രക്തസാക്ഷിത്വത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന രാജ്യമാണ് ഇറാൻ. അതുകൊണ്ടുതന്നെ അമേരിക്കയുടെ ആജ്ഞയ്ക്ക് വഴങ്ങി യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് ട്രംപിനെ ഭീഷണിപ്പെടുത്താനോ അമേരിക്കയ്ക്കെതിരെ സഖ്യമുണ്ടാക്കാനോ ഒരു രാജ്യവും ശ്രമിക്കാൻ പോകുന്നില്ല. ട്രംപ് സ്വയം തീരുമാനിക്കുന്നതുവരെ യുദ്ധം തുടരാനാണ് സാധ്യത. ആറ്റുകൽ പൊങ്കാല മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ലോക ശ്രദ്ധ നേടി. ഹൈന്ദവ സ്ത്രീകളുടേതാണ് ഈ ചടങ്ങെങ്കിലും ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ മറ്റു മതങ്ങളിൽപ്പെട്ടവർ മത്സരിക്കുന്ന കാഴ്ചയാണ് പൊങ്കാല ദിവസം നമ്മൾ കണ്ടത്. ഭക്തർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുവാൻ പാളയം മുസ്ലിം പള്ളിയിലെ ഇമാം ആഹ്വാനം ചെയ്തു. പൊങ്കാലയിടാൻ വരുന്നവർക്ക് വിശ്രമിക്കാനായി പ്രത്യേകം പന്തൽ സജ്ജീകരിച്ചു. പാളയം കത്തോലിക്ക പള്ളിയും ഇവരെ സ്വീകരിക്കുകയും ലഘുഭക്ഷണവും കുടിവെള്ളവും നൽകുകയും ചെയ്തു. എല്ലാ മതങ്ങളും സ്നേഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നാൽ മതത്തിൻ്റെ പേരിൽ കലാപങ്ങൾ വളരുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. തികച്ചും മതപരമായ ഒരു ചടങ്ങ് വിവിധ മതങ്ങളിൽപ്പെട്ടവർ സ്വമേധയാ ഏറ്റെടുക്കുകയും സന്തോഷത്തോടെ അതിൻ്റെ വിജയത്തിനായി സഹകരിക്കുകയും ചെയ്യുന്നു. എന്നും മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിച്ചിരുന്ന മലയാളിയുടെ മനസ്സാണ് ഇവിടെ തെളിഞ്ഞു കാണുന്നത്. സൗന്ദര്യവർദ്ധക സാധനങ്ങളുടെ നിർമ്മാണവും വിൽപ്പനയും ഇന്ന് വലിയ ഒരു വ്യവസായമാണ്. മോഹന വാഗ്ദാനങ്ങളിൽ ആകൃഷ്ടരായി ഇതിനു പിറകെ പോകുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുന്നു. സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകളോടുള്ള ഭ്രാന്തമായ അഭിനിവേശം മൂലം ജീവൻ പോലും നഷ്ടപ്പെടുന്നതായി പത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള മാർപ്പാപ്പായുടെ പ്രതികരണം ലോകമാധ്യമങ്ങൾ വലിയ പ്രാധാന്യം നൽകി പ്രസിദ്ധീകരിച്ചു. കത്തോലിക്ക സഭ ഇത്തരം ശസ്ത്രക്രിയകളെ നിരോധിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മറ്റുള്ളവർക്ക് നമ്മുടെ ശരീരം വിരൂപമായി തോന്നിയാലും ദൈവം നമ്മെ സ്നേഹിക്കും. പൂർണ്ണ സൗന്ദര്യമുള്ള ശരീരം എന്നത്
തീർത്തും അപ്രായോഗികമായ ഒരാശയമാണ്. എല്ലാം ഒത്തിണങ്ങിയ രൂപത്തെ ഉന്നതമായി കാണുന്നത് പരിമിതികളുള്ളവരെ മോശക്കാരായി കാണുന്നതിന് തുല്യമാണ്. സ്വയം ഉന്നതരായി പ്രതിഷ്ഠിക്കാൻ നടത്തുന്ന സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾ ഉപേക്ഷിക്കാൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഓസ്ട്രേലിയ സന്ദർശിച്ചു. കാനഡ അമേരിക്കയുടെ 51ാമത് സംസ്ഥാനമാകണം എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചതിനെ തുടർന്ന് മാർക്ക് കാർണി ചൈന അടക്കമുള്ള പല വിദേശ രാജ്യങ്ങളും സന്ദർശിച്ചു. കാനഡയെപ്പോലെ മധ്യനിരയിലുള്ള രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുകയും അവർക്കിടയിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുകയും ചെയ്യണം എന്ന് കാർണി ആവശ്യപ്പെട്ടു. ഇത് അമേരിക്കയ്ക്കെതിരെയുള്ള ഒരു നീക്കമായിരുന്നു. ഓസ്ട്രേലിയൻ സന്ദർശനത്തിലും ഈ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുകയും പല കരാറുകൾ ഒപ്പുവെക്കുകയും ചെയ്തു. പഴയ ലോകക്രമം മാറി എന്ന് ഈ യാത്രയിലും മാർക്ക് കാർണി ആവർത്തിച്ചു. എന്നാൽ അമേരിക്കയ്ക്കെതിരെയുള്ള വിമർശനം ചെറിയ തോതിൽ മയപ്പെടുത്തി. ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള ഖമേനിയെ വധിച്ചത് ന്യായീകരിച്ചു. എന്നാൽ ഇറാനെതിരെ യുദ്ധം തുടരുന്നതിനെ കാർണി വിമർശിച്ചു. കാനഡ മാത്രമല്ല, യൂറോപ്പിലെ പല രാജ്യങ്ങളും യുദ്ധം തുടരുന്നതിനെ എതിർക്കുന്നു. ഇന്ത്യ മഹാസമുദ്രത്തിൽ വെച്ച് അമേരിക്ക ഇറാന്റെ കപ്പൽ തകർത്തത് ഇന്ത്യയെ വലിയ പ്രതിരോധത്തിലാക്കി. അന്താരാഷ്ട്ര സമുദ്ര മേഖലയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. ഇന്ത്യയോ ശ്രീലങ്കയോ ഇക്കാര്യത്തിൽ ഉത്കണ്ഠപ്പെടേണ്ടതില്ല എന്നാണ് അമേരിക്കയുടെ വിശദീകരണം. വിശാഖപട്ടണത്ത് നടന്ന ഒരു പരിശീലന പരിപാടി കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ 80 വർഷത്തിനിടയിൽ അമേരിക്ക ഇത്തരത്തിൽ ഒരാക്രമണം നടത്തിയിട്ടില്ല എന്നാണ് വിമർശനം. അപായ സൂചന ലഭിച്ചതിനെ തുടർന്ന് ശ്രീലങ്കയുടെ നാവികസേന രക്ഷാപ്രവർത്തനങ്ങൾക്കായി എത്തി. നിരവധി നാവികരെ രക്ഷപ്പെടുത്തുകയും അപകടത്തിൽപ്പെട്ടു മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ കരയ്ക്കെത്തിക്കുകയും ചെയ്തു. ഈ വിവരം മാധ്യമങ്ങളുമായി പങ്കുവെക്കുകയും ചെയ്തു. എന്നാൽ ഇങ്ങനെ ഒരു നടപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നാണ് വിമർശനം. അയത്തുള്ള ഖമേനിയുടെ വധത്തെ അധിക്ഷേപിക്കുന്നതിലും ഇന്ത്യയുടെ ഭാഗത്ത് വലിയ താമസമുണ്ടായി. മനുഷ്യത്വപരമായ നടപടിക്ക് പോലും ഇന്ത്യ മടിക്കുന്നു എന്നാണ് വിമർശനം. താലിബാൻ വീണ്ടും മനുഷ്യത്വരഹിതമായ നിയമങ്ങളും ക്രൂരമായ ശിക്ഷകളും നടപ്പാക്കാൻ പാകത്തിൽ നിയമങ്ങൾ പരിഷ്കരിച്ചു. പുരുഷന്റെ അകമ്പടിയോട് സ്ത്രീകൾക്ക് പുറത്തു പോകാമെന്ന വ്യവസ്ഥ സ്ത്രീകൾക്ക് വീട്ടിനു പുറത്തു പോകാൻ കഴിയാത്ത രീതിയിൽ പരിഷ്കരിച്ചു. വിവാഹം കഴിക്കുകയും പ്രസവിക്കുകയും ചെയ്യുക എന്നതിലുപരി ഒരു കാര്യത്തിനും സ്ത്രീകൾക്ക് അനുമതിയില്ല. ഭർത്താവ് തല്ലുമ്പോൾ എല്ലൊടിയുകയോ കാണാവുന്ന മുറിവുകൾ പറ്റുകയോ ചെയ്താൽ മാത്രമേ ഭാര്യയ്ക്ക് ഭർത്താവിനെതിരെ കേസ് കൊടുക്കാൻ കഴിയൂ എന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. കേസ് വിജയിച്ചാലും ഭർത്താവിന് വളരെ ലഘുവായ ശിക്ഷയാണ് ലഭിക്കുന്നത്. ഇസ്ലാം ഒഴികെയുള്ള ഏതെങ്കിലും മതത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാൽ വധശിക്ഷ വരെ ലഭിക്കും. താലിബാൻ ഉദ്യോഗസ്ഥരെ എതിർത്താലും കഠിനമായ ശിക്ഷ ലഭിക്കും. കഴിഞ്ഞ മാസം മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നുവെങ്കിലും ഈ ആഴ്ചയിലാണ് ഇതിൻ്റെ പരിഭാഷ മനുഷ്യാവകാശ പ്രവർത്തകർക്ക് ലഭിച്ചത്. തങ്ങൾ ശരീഅത്ത് നിയമം നടപ്പിലാക്കുന്നു എന്നാണ് താലിബാന്റെ അവകാശവാദം. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.